എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടു. നെടുമങ്ങാട്, തിരുവനന്തപുരത്ത് നെടുമങ്ങാട് 1.5 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ അതിൻ്റെ അമ്മയുടെ രണ്ടാമത്തെ ഭർത്താവ് മൃഗീയമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയച്ചു. അതിന് അമ്മയും കൂട്ടുനിന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് അമ്മമാർ, ഒരുപാട് അച്ഛന്മാർ, അല്ലെങ്കിൽ ഒരുപാട് ദമ്പതികൾ ഒരു കുഞ്ഞിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥനയും വഴിപാടും ഡോക്ടർമാരുടെ കൺസൾട്ടേഷനും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഇടയിലാണ് ഇതുപോലുള്ള ഒരു സ്ത്രീയും, അവനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. ആ ഒരു പിഞ്ചു കുഞ്ഞിനെ അവൻ എത്രമാത്രം ദ്രോഹിച്ചുവെന്ന് ആ കുഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് പോയതിന് ശേഷമാണ് പുറത്തു വരുന്നത്. 2 ദിവസം മുൻപ് ഒരു റീല് കണ്ടു. ഈ കുട്ടിയുടെ കൈയൊക്കെ കെട്ടിവെച്ചിട്ട് അതിൽ ചോദിച്ചപ്പോൾ കുട്ടി കളിക്കുന്നതിനിടയിൽ വീണു, അപ്പോൾ കൈ പൊട്ടൽ വന്നു, അങ്ങനെയാണ് അത് സംഭവിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അഷ്കർ എന്ന് പറയുന്നവനാണ് ഈ കുട്ടീനെ ഇത്രയും മൃഗീയമായിട്ട് ഉപദ്രവിച്ചത്. 1.5 വയസ്സേ ഉള്ളൂ. എത്ര മനസാക്ഷി ഇല്ലാത്ത ഒരാൾക്കും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ആന്തരിക അവയവങ്ങളിലാണ് പരിക്ക് സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് ആ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ ഇയാൾ ഒരു കൊടും ക്രിമിനലാണെന്നാണ് പറയുന്നത്. നമുക്ക് ഒന്ന് കേട്ട് നോക്കാം. ആമനയോട് ഒരു അമ്മയുടെ വെളിപ്പെടുത്തൽ കൂടി കേൾക്കാം. അഷ്കറിന് മകളെ വിവാഹം കഴിപ്പിച്ച് കൊടുത്ത തൊട്ടടുത്ത വർഷം മുതൽ ആശുപത്രി കയറി ഇറങ്ങുകയാണ് അഷ്കറിന്റെ ഭാര്യ. നിയമപരമായി ഇപ്പോഴും അഷ്കറിന്റെ ഭാര്യ പാലോട് സ്വദേശിയായിട്ടുള്ള ആമിന തന്നെയാണ്. ആമിനയുടെ അവസ്ഥ, ഇപ്പോഴത്തെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു കുട്ടി ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഇപ്പോൾ ഷജീല ബീവി ആമിനയുടെ മാതാവാണ്. ഇക്കാണുന്നതാണ് വിവാഹം കഴിക്കുന്ന സമയത്ത് ആമിനയുടെ ഫോട്ടോ, ചിത്രം എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന ആമിനയാണ് കുറച്ച് മുൻപ് നമ്മൾ ആശുപത്രിയിൽ ആ അവസ്ഥയിൽ, അതായത് അഷ്കറിന്റെ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിൽ തലയ്ക്കടിയേറ്റ് പിന്നീട് അത് തളർന്നു കിടക്കുന്ന അവസ്ഥയിലേക്ക് പോയത്. ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ ഫിസിയോതെറാപ്പി നടക്കുകയാണ്. ഇപ്പോൾ ആമിനയുടെ മാതാവ് ഷജീല ബീവി നമ്മോടൊപ്പം ചേരുകയാണ്. ഈ വിവാഹം കഴിഞ്ഞത് 2022 അന്നു മുതൽ മോൾ പറയാണ് ഈ അടിയുടെ മുതൽ മോൾ പറയുന്നത് ആദ്യം വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പം നമ്മളെ മതത്തിന്റെ പേരിൽ എല്ലാവരും പറഞ്ഞ് നിങ്ങൾ നിക്കാഹ് നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞ്. അപ്പം അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ജമാഅത്തിൽ പാലോട് പെരിങ്ങമല പാപ്പനങ്കോട് ജമാഅത്തിൽ വെച്ച് അവിടെ കൊണ്ടുവന്ന് നിക്കാഹ് നടത്തി കൊടുത്തെങ്കിലും കൊച്ചിനെ വിളിച്ചിറക്കി കൊണ്ടുപോയ അന്ന് തൊട്ടേ പീഡനമായിരുന്നെന്ന്. പേരിലെന്ന് പറഞ്ഞാൽ ഇവരെ ഉദ്ദേശം എന്ന് പറഞ്ഞത് കുറച്ച് പണം കിട്ടും, കുറച്ച് സ്വർണം, എന്റെ വീടും പേരോട്ട്. എനിക്കൊരു 10 സെന്റ് ഒരു വീടുമുണ്ട്, പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ്. അപ്പം ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ ജോലിയായിരുന്നു മോക്ക് വയ്യാതാവുന്നതിന് മുമ്പ്. അപ്പം ഞാൻ 10 മണിക്ക് പോയ രാത്രി 9 മണിക്കാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് അടുത്തുള്ളവർ പറഞ്ഞ് ഞാൻ അറിഞ്ഞതാണ്, ഇവരും ഇവന്റെ ഉമ്മായും സഹോദരിയും ഇവനും കൂടെ നമ്മളെ പരിസരമൊക്കെ വന്ന് നോക്കിയിട്ടുണ്ടെന്ന്. അപ്പോഴും മോൾ അവിടെയുണ്ട്, മോൻ പഠിക്കാൻ പോകുമായിരുന്നു. ആ സമയത്തൊക്കെ വന്ന് നോക്കിയിട്ടാണ് പിന്നെ ഈ കൊച്ചിനെ ഇത് ഇവക്ക് സ്വന്തമാണെന്ന് അറിഞ്ഞും കൊണ്ട് വിളിച്ചിറക്കിക്കൊണ്ട് പോയത്. എന്നിട്ട് സ്വർണത്തിന്റെ പേരിലും പൈസയുടെ പേരിലും കൊച്ചിനെ നിരന്തരം ഉപദ്രവിക്കുന്ന പറയാനില്ല. ആദ്യമായിട്ട് എന്റെ കൊച്ചിനെ തലയ്ക്കാണ് അടിക്കണേന്ന്. തലയിലെ ബാക്ക് സൈഡിലാണ്, സെറിബെല്ലത്തിലാണ് അടിച്ച് ബ്ലഡ് കട്ടിയായിട്ടാണ് എന്റെ കൊച്ചിന് നടക്കാനോ സംസാരിക്കാനോ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പം ഈ 2024 കൊച്ചു പെരുന്നാളിന്റെ 2 ദിവസത്തേക്ക് മുമ്പ് മോൾ എൻ്റെ അടുത്ത് വന്ന് ഉമ്മച്ചി ഇങ്ങനെയാണ് കാര്യം. അപ്പം ഞങ്ങൾ പറഞ്ഞു നീ പോകണ്ട, നീ ഇവിടെ നില്ലെന്ന് പറഞ്ഞു. അപ്പോഴും പറയാണ് ഉമ്മച്ചി ഞാൻ ചെന്നില്ലെങ്കിൽ എന്നെ അടിക്കും, അല്ലെങ്കിൽ ഇവിടെ വരും. എൻ്റെ മോള് എൻ്റെ വീട്ടിൽ വരുന്ന, അങ്ങനെ വീട്ടിൽ വിട്ടിട്ടില്ല. ആ ഇടയ്ക്ക് ഒരു 2-3 ദിവസം എൻ്റെ മോളെ വിടുമായിരുന്നു. എന്നിട്ട് വിട്ടിട്ട് പിന്നെ ഉമ്മച്ചി ഞാൻ പോയില്ലെങ്കിൽ എന്നെ ഇപ്പം വന്ന് കൊണ്ടുപോയിട്ട് വഴിയിൽ കൊണ്ടുവച്ച് ഉപദ്രവിക്കുകയാണ് ചെയ്യണേന്ന്. ഏറ്റവും മെച്ചമെന്ന് പറയുന്ന ഈ ഉമ്മായും സഹോദരിയാണ് ഇവനെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് അമ്മ, അതിനകത്ത് ഈ അഷ്കറിന്റെ ക്രൂരത നമ്മളിപ്പോ കണ്ടു. കുഞ്ഞിന്റെ എങ്ങനെയാ ഉപദ്രവിക്കുന്നത്? എങ്ങനെയായിരുന്നു ഉപദ്രവിക്കുന്നത്? വയറ്റിൽ ചവിട്ടും, തലയ്ക്കടിക്കും, മൂക്ക് ഇങ്ങനെ അടിക്കും. ഇതായിരുന്നു നിരന്തരം. എന്നാൽ വീട്ടിൽ നിന്ന് വണ്ടി ഓട്ടത്തിനെന്നും പറഞ്ഞ് പോവും, രാവിലെ പോവും. വരുന്നത് വെളുപ്പാങ്കാലം 5 മണി. ചിലപ്പോൾ ഓട്ടോറിക്ഷ ഇവർ രണ്ടുപേരും എവിടെ പോയപ്പോഴത്തേക്ക് ഓട്ടോറിക്ഷ ഒന്ന് പിടിച്ച് തള്ളിയെന്ന് ഞങ്ങളെ ഭയങ്കരമായ ചീത്ത പറച്ചിലാണ്. അപ്പം ഈ കൊച്ചിനെ അത് കേൾക്കാൻ കൂല. അത് കരയുമ്പോൾ നീ എന്തിനാണ് കരയണേന്നും പറഞ്ഞാണ് കൊച്ചിനെ ഉപദ്രവിക്കുന്നത്. അടിച്ച് എന്നിട്ട് അവരെ വീട്ടിൽ 1 മാസമേ ഉള്ളായിരുന്നു, കുടുംബ വീട്ടിൽ. പിന്നെ അഷ്കർ എൻ്റെ മോളെ വാടകയ്ക്കാണ് എടുത്ത് ഒറ്റയ്ക്ക് പ്രത്യേകം താമസിപ്പിക്കുന്നത്. 2 നില വീട്ടിൽ എൻ്റെ 18 വയസ്സായ മോളെ ഒറ്റയ്ക്ക് താമസിപ്പിച്ചിട്ടാണ് അവൻ്റെ ഉമ്മ വിളിച്ച് പറയുന്നത് പോലെയാണ് എൻ്റെ കൊച്ചിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ഉമ്മായും സഹോദരിയും വരും, കൊച്ചിനൊരു സ്വസ്ഥത കൊടുത്തിട്ടില്ല. അതിനെ ഇടയ്ക്ക് എന്തോ ഒരു കെട്ടിത്തൂക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇവർ 3 പേരും കൂടെ കൊച്ചിനെ അടിച്ചിട്ട് വീട്ടിൽ വന്നതിനാണ് കൊച്ചിനെ അടിച്ചത്. കൊച്ച് ബോധം ഇല്ലാതെ ആയപ്പോഴത്തേക്ക് ഇവർ വിചാരിച്ച് മരിച്ചെന്നും പറഞ്ഞ് ഇവർ 3 പേരും കൂടെ ഫാനിൽ കെട്ടിത്തൂക്കാൻ ഒരുങ്ങി കയറൊക്കെ ഇങ്ങനെ ഇട്ടപ്പോഴും കൊച്ചിന് എന്തോ ഇല്ല പെട്ടെന്ന്
പെട്ടെന്നൊരു ഓർമ്മ വരും പോലെ വന്ന് കൊച്ചു നില വിളിച്ചപ്പോഴത്തേക്ക് കയറങ്ങ് മാറ്റിയിട്ട് പറഞ്ഞെന്ന് നിന്നെ ഞങ്ങൾ കൊന്ന് ഫാനിൽ കെട്ടിത്തൂക്കും, എന്നിട്ട് നീ സ്വന്തമായിട്ട് മരിച്ചെന്ന് ഞങ്ങൾ പറയുമെന്ന് വരുത്തി തീർക്കുമെന്ന്. 2024 തല പിടിച്ച് ഭിത്തിയിലിടിച്ച് കുഞ്ഞിന് വയ്യാതായിട്ട് എത്ര ദിവസം കോമ കിടന്നു? ഹോമോ സ്റ്റേജിൽ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷമാണ് ഹോമോ സ്റ്റേജിലായത്. എത്ര ദിവസം കിടന്നു? അത് 13 മാസം ഹോമോ സ്റ്റേജിൽ 2.5 മാസം വെന്റിലേറ്ററിലായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ ആശുപത്രിയിലാണ്. ഞങ്ങൾ വീട്ടിൽ തുച്ഛമായ ദിവസം ഈ 2 വർഷത്തിനകം വെച്ച് നിന്നിട്ടുള്ളൂ. 2 വർഷമായിട്ട് ആശുപത്രിയിലാണ്. 2 വർഷം കൊണ്ട് ആശുപത്രിയിലാണ്. പിന്നെ ഞങ്ങൾക്ക് ചികിത്സാ സഹായം തരുന്നത് ഞങ്ങൾ നല്ല നാട്ടുകാരാണ്. നാട്ടുകാരുടെ പ്രാർത്ഥന, ലോകത്തുള്ളവരുടെ പ്രാർത്ഥന കൊണ്ടാണ് എൻ്റെ മോൾ ഇപ്പൊ ഇത്രയെങ്കിലും ആയത്. മരിച്ചിട്ട് ജീവിച്ചതാണ്. പിന്നെ എനിക്കൊന്നും കൂടെ പറയാനുണ്ട്. ഞങ്ങളെ ഭീഷണിയായിരുന്നു മോളെ കൂടെ. എന്നെ വണ്ടി കയറ്റി, എൻ്റെ മോനെ വണ്ടി കയറ്റി, ഭർത്താവിനെ കൊല്ലും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്നെ ഇടയ്ക്ക് വെച്ച് മെഡിക്കൽ കോളേജിൽ വെച്ച് എന്നെ അടിച്ച് ഞാൻ നീ പൈസ കൊണ്ടുവന്നാന്ന് ചോദിച്ചു. 50,000 രൂപ കൊടുത്തു. അപ്പം എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല. ആ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞ് ഒരു ഡാൻസുകാരിയുണ്ട്. ആ ഡാൻസുകാരി വന്ന് ആദ്യം പരിസരത്ത് ആരും ഇല്ലയെന്ന് അറിഞ്ഞിട്ടാണ് ഇവനെ പറഞ്ഞു വിടണം. നമ്മളെ പഴയ മോർച്ചറിയുടെ അവിടെ വെച്ചാണ് രാത്രി 7:30 മണിക്ക് എന്നെ അടിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ എനിക്ക് അപ്പോഴും കൊച്ചു വെന്റിലേറ്ററിൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഒന്നിനും വയ്യാത്ത അവസ്ഥ. എൻ്റെ മോനും പോയി. ആ ഒരു നിമിഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. മോൻ്റെ മരണവും എൻ്റെ മോളെ അവസ്ഥയും. എനിക്ക് അപ്പോഴൊന്നും പോലീസിൽ പരാതി കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടെ ഓട്ടിച്ചിട്ട് അവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം ഇരുത്തി. അപ്പോൾ ഉച്ചയ്ക്ക് എൻ്റെ കൂടെ SI വന്ന് പറഞ്ഞ്, ഇവിടുന്ന് പോലീസ് വന്ന് പറഞ്ഞ് നിങ്ങൾ വന്നൊരു പരാതി തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പരാതി കൊടുത്തതുപോലെയല്ല അവരെഴുതിയത്. അവന് ജാമ്യം കിട്ടത്തക്ക രീതിയിലാണ് എഴുതി. അപ്പോഴത്തന്നെ ജാമ്യം വാങ്ങിച്ച് അവൻ പോയി. പിന്നെ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം നിയമം എത്രമാത്രം പരാജയമാണ് നമ്മുടെ നാട്ടിലെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഒരു ക്രിമിനൽ, ഇവൻ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ക്രിമിനലായി മാറുന്നു? അഷ്കർ എന്ന് പറയുന്ന ഈ നരാധമൻ, അങ്ങനെ തന്നെ പറയണം. അവൻ ആ പേരൊന്നും വിളിച്ചാൽ പോരാ. പക്ഷേ അവനെ വിളിക്കേണ്ട പേര് വിളിക്കാൻ എൻ്റെ സംസ്കാരം എന്നെ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല. 1.5 വയസ്സുള്ള കുഞ്ഞിനോട് മാത്രമല്ല അവൻ ഈ ക്രൂരത കാണിച്ചിട്ടുള്ളത്. അവൻ്റെ ആദ്യ ഭാര്യ ആമിന എന്ന് പറയുന്ന പെൺകുട്ടി 21 വയസ്സിൽ കല്യാണം കഴിച്ച് പോയ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, കോമാ സ്റ്റേജിലേക്ക് പോയിട്ട് തിരിച്ച് ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പെൺകുട്ടി, ഈ ഉമ്മയും ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുകൊണ്ടാണ് ഇവനെ പോലുള്ള ക്രിമിനലുകൾ നമ്മുടെ നാട്ടിൽ കൂടുന്നത്? ഇപ്പം ഈ ഉമ്മ അവസാനം പറഞ്ഞൊരു കാര്യം, ആമിനയുടെ ഉമ്മയാണ് സംസാരിച്ചിരിക്കുന്നത്, ഇവൻ്റെ ആദ്യ ഭാര്യയുടെ ഉമ്മ. ഇവർ അവസാനം പറഞ്ഞൊരു പോയിന്റ്, ഇവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. പക്ഷേ പോലീസുകാർ ഇവനെതിരെ ചാർത്തിയ കുറ്റങ്ങളെന്ന് പറയുന്നത് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ്. അവൻ ജാമ്യത്തിൽ ഇറങ്ങി പോവുകയും ചെയ്തു. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ക്രിമിനലുകളുടെ എണ്ണം കൂടാനുള്ള റീസൺ. ഇവനെ പോലുള്ളവന്മാരെ സംരക്ഷിക്കാൻ ആൾക്കാരുള്ളിടത്തോളം കാലം ഈ ഒരു കുട്ടിയെ അവൻ ഇല്ലാണ്ടാക്കി. 1.5 വയസ്സുകാരനായ ഒരു കുട്ടീനെ അവൻ ഇല്ലാണ്ടാക്കി. വിത്തിൻ 1-2 മാസം അവൻ പുറത്തിറങ്ങും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ഇവൻ പുതിയൊരു വിക്ടിമിനെ ഉണ്ടാക്കുകയും ചെയ്യും. കാരണം നിയമം ശക്തമല്ല, അതുകൊണ്ട് തന്നെ ശിക്ഷയും ശക്തമല്ല. ഇവിടെ നഷ്ടപ്പെടുന്നത് ആർക്കാണ്? ആ കുഞ്ഞിൻ്റെ ഉറ്റവരായിട്ടുള്ള ആൾക്കാർക്ക്. അമ്മ ഈ പറഞ്ഞ പോലെ അമ്മയും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഇവിടെയൊക്കെ അമ്മ എന്ന് വിളിക്കാൻ പോലും പറ്റില്ല, സ്ത്രീ ഗണത്തിൽ പോലും കൂട്ടാൻ പറ്റില്ല. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഇത്തരത്തിൽ ഇല്ലായ്മ ചെയ്യാൻ ഇടയുണ്ടാക്കിയത് ആ ഒരൊറ്റ സ്ത്രീയാണ്. ഇവരൊന്നും ഇനി പുറം ലോകം കാണരുത്. സ്പോട്ടിൽ തീർക്കേണ്ട കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ നിയമം അതിന് സമ്മതിക്കില്ല. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്രിമിനലുകളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു, നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. എന്ത് തെറ്റിയതാലും നല്ലൊരു വക്കീലുണ്ടെങ്കിൽ പുഷ്പം പോലെ ഇറങ്ങി വരാവുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഇത്തരം ക്രിമിനലുകൾ തഴച്ചു വളരുന്നത്. ഈ ഒരു 21 വയസ്സുകാർ ഇനി എത്ര വർഷം ഇങ്ങനെ ജീവിക്കണം? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര വർഷം. നമ്മുടെയൊക്കെ കുടുംബത്തിലായിരുന്നെങ്കിലോ? ഇതങ്ങ് ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ബീഹാറിലോ ഒന്നും അല്ല, നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൻ്റെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത്. ഈ അഷ്കർ എന്ന് പറയുന്നവനെ ഇനി ഒരിക്കലും പുറലോകം കാണിക്കില്ലെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി അവൻ പുറലോകം കണ്ടാൽ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവനൊരു പക്കാ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒപ്പം ആ കുഞ്ഞിൻ്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ, അവരൊന്നും വെറുതെ വിടരുത്, വെറുതെ വിടാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. എപ്പോഴും നമ്മളെപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഇവിടുത്തെ നിയമങ്ങൾ സ്ട്രോങ് അല്ല, നിയമങ്ങൾ ശക്തമാക്കണം. ഇത് പണ്ട് എഴുതി വെച്ച കാര്യങ്ങളാണ് ഇപ്പോഴും നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ഇത്തരം ക്രിമിനലുകൾ കുറവായിരുന്നു, ഇത്രയും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അന്ന് കുറ്റങ്ങൾ കുറവായിരുന്നു, അതുകൊണ്ട് അന്ന് അത്രയും ശിക്ഷാവിധികളൊക്കെ മതി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അടിക്കുന്നതും കാലമാണ്. ആ സാഹചര്യത്തിൽ ഇത്രയും ക്രൂരമായിട്ടൊരു ഇല്ലായ്മ ചെയ്ത ഒരുത്തനെ ഇനിയും വളരാൻ അനുവദിച്ചാൽ, ഇനിയും ജീവിക്കാൻ അനുവദിച്ചാൽ, അത് ഈ നാട്ടിലെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.